ഓക്കെ, അപ്പോൾ തേർഡ് മോഡ്യൂളിൽ ചോദിക്കുന്ന നമ്മൾ ഒരു ടോപ്പിക്കാണ് ഏത് ഗ്രേഡിയൻ്റ് എന്നുള്ളത്. അപ്പോൾ ഗ്രേഡിയൻറ്റിൻ്റെ ഫോമിൽ നമ്മൾ പറഞ്ഞിരുന്നു, ക്വസ്റ്റ്യൻ എന്തായിരിക്കും ചോദിക്കുമ്പോൾ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ആ ഫംഗ്ഷനെ ചിലപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ആയിരിക്കും, എക്സിലും വൈയിലും ഇസഡുള്ള ഫംഗ്ഷൻ എഫ് എന്നായിരിക്കും, ചിലപ്പോൾ ഫൈ ഓഫ് എക്സ് വൈ ഇസഡ് ആയിരിക്കും. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു സ്കേലാർ ഫംഗ്ഷൻ ആയിരിക്കും. അതായത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ എക്സ് വൈ ഇസഡ് വരുന്ന ഫംഗ്ഷൻ ആയിരിക്കും. അതൊരിക്കലും എന്താകില്ല, ഐ ജെ കെ ഉണ്ടാകില്ല, ക്വസ്റ്റ്യൻ വെക്ടർ ആയിരിക്കില്ല, സ്കേലാർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഗ്രേഡിയന്റ് കാണാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഗ്രേഡിയന്റ് കാണാൻ വരയ്ക്കുന്നത് ഗ്രാഡ് ഫൈ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഗ്രാഡ് ഫൈ എന്ന് പറഞ്ഞത് ഡെൽ ഫൈ. എന്നിട്ട് നമ്മൾ ഫോർമുല എഴുതിയതാണ്. എന്താ ഡെൽ ഫൈയുടെ ഫോർമുല? ഐ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ ഇസഡ്. ഇതാണ് ഗ്രേഡ് ഫൈ അല്ലെങ്കിൽ ഡെൽ ഫൈയുടെ ഗ്രേഡിയന്റിന്റെ ഫോർമുല. ഓക്കെ ആണോ? നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിൻ്റെ അപ്ലിക്കേഷൻ ഉണ്ട്. ആദ്യം തന്നെ അപ്ലിക്കേഷൻ ഇല്ലാണ്ട് സാധാരണ ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ കാണുന്നില്ലല്ലോ. ഗ്രേഡിയന്റ് കാണാനായിട്ട് ക്വസ്റ്റ്യൻ ഇല്ല. അപ്ലിക്കേഷൻ ആയിട്ടാണ്. നമുക്ക് അപ്ലിക്കേഷൻ ചെയ്താൽ മതിയല്ലോ, കുഴപ്പമില്ലല്ലോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്ലിക്കേഷൻ ആയിട്ട് ചോദിച്ചേക്കണേ. അപ്പോൾ അതിൽ 3 അപ്ലിക്കേഷനാണ്. ഒന്ന് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, പിന്നെ ആംഗിൾ ബിറ്റ്വീൻ 2 സർഫസസ്, അതുപോലെ ഒരു ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കണ്ടതാണ് ഒരു ടാൻജന്റ് പ്ലെയിൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് തന്നിട്ടുണ്ട്. ടാൻജന്റ് പ്ലെയിൻ ഇക്വേഷൻ ഓഫ് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് പ്ലെയിൻ എന്ന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട്. നമ്മൾ ടാൻജന്റ് ലൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ യൂണിറ്റില്ലേ, അതായത് ഇന്ന് കാലത്തെടുത്ത ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ടാൻജന്റ് ലൈനും എഴുതാനും അതുപോലെ അങ്ങനെ ഒരു എഴുതാന് അല്ലേ. അതായത് ടാൻജന്റ് എന്താ പറയുക, ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ആക്സലറേഷനും നോർമൽ കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് കാലത്തെ ഒരു ഫോമിൽ പഠിപ്പിച്ചിരുന്നു. പക്ഷെ അതല്ല, ഈ ഒരു ക്വസ്റ്റ്യൻ ടാൻജന്റ് പ്ലെയിനിൻ്റെ, ശ്രദ്ധിക്കണേ, ടാൻജന്റ് പ്ലെയിനിൻ്റെ ഒരു ഇക്വേഷൻ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എല്ലാവർക്കും എന്തായാലും അപ്ലോഡ് ചെയ്യാം, നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിരുന്നില്ല, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എല്ലാത്തിലും കാണുന്നുണ്ട്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ്, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അതിലൊരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് പ്ലെയിൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിലും ചോദിച്ചിട്ടുണ്ട്. വേറൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് കാലത്തെടുത്തത്. അതെന്താണ്? ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഫൈൻഡ് സ്കേലാർ ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ. അങ്ങനെയായിരുന്നേ കേട്ടോ. ആ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കൺഫ്യൂഷൻ ആവരുത്, രണ്ടും കൂടി മാറിപ്പോരുത്. കാലത്തെടുത്ത ടോപ്പിക്ക് ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്കായിരുന്നു. ഓർമ്മയുണ്ടല്ലോ? അത് ഓർമ്മയുണ്ടോ? എന്താണ്? AT = V dot A by നോം A എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ പറഞ്ഞത്. സോറി, നോം V എന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത്. ഇന്ന് കാലത്തെടുത്തതാണ്, മറന്നുപോയെന്ന് അറിയില്ല. സിമ്പിൾ ടോപ്പിക്കാണ്. ഇന്നത്തെ ക്ലാസ്സിൽ, ഇന്ന് എക്സാം കാലത്തുള്ളവർ, ഇന്നത്തെ ക്ലാസ്സിൽ കാണാത്തവർ അത് അപ്ലോഡ് ചെയ്തൊന്ന് നോക്കട്ടെ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഫോർമുലാസ് ഒന്ന് എഴുതി വെക്കണേ, എഴുതിയിട്ട് പഠിക്കുക. ഓക്കെ, ഇത് വേറെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പോൾ എടുക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. ചോദിക്കുന്നത് ടാൻജന്റ് പ്ലെയിൻ. അങ്ങനെയാണ് ടാൻജന്റ് പ്ലെയിൻ ചോദിക്കുന്നത്. ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അതിലേക്ക് പോവാം. അതിന് മുമ്പ് ഇതിൽ എപ്പോഴും ചോദിക്കുന്ന 2 അപ്ലിക്കേഷൻ, ആംഗിൾ ബിറ്റ്വീൻ 2 സർഫസസ് ചോദിക്കും, അതുപോലെ തന്നെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ചോദിക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതാണ്. ഞാൻ അപ്ലിക്കേഷനാണ് നേരത്തെ ചെയ്യുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതാണ്. ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ the surfaces. Find the angle between the surfaces x square plus y square plus z square equal to 9 and z equal to x square plus y square minus 3 at the point 2, minus 1, 2. Question ആണ്, find the angle between the surfaces x square plus y square plus z square equal to 9 and z equal to x square plus y square minus 3. ഈ 2 കർവിൻ്റെ 2 ഫംഗ്ഷൻ്റെ ആംഗിൾ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ 2 സർഫസ് ആണ് തരിക, 2 ഫംഗ്ഷൻ തരും. ആദ്യത്തെ ഫംഗ്ഷന് നമ്മൾ φ1 എന്ന് പറഞ്ഞെടുത്ത് എഴുതാണ്. φ1 ഈക്വൽ ടു, ഇതിനൊരു ഇക്വേഷൻ ആക്കി എഴുതുമ്പോൾ എന്താ വരിക?
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ മൈനസ് 9 എന്ന് വരും. രണ്ടാമത്തെ ഫംഗ്ഷന് നമ്മൾ φ2 എന്ന് പറഞ്ഞ് എഴുതുന്നു. φ2. അപ്പോൾ ഇതിനെ ഇക്വേഷൻ ആക്കുമ്പോൾ ഇസഡിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്തായാലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അല്ലെങ്കിൽ ഇസഡിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോട്ടെ, എങ്ങനെയായാലും കുഴപ്പമില്ല, മൈനസ് ഇസഡ് മൈനസ് 3. ഇസഡിനെ ഞാൻ തൽക്കാലം അങ്ങോട്ട് കൊണ്ടുപോയി. ഓക്കെ, അപ്പം നമ്മൾ രണ്ട് ഫംഗ്ഷനായിട്ട് തന്നിരിക്കുന്ന ഇക്വേഷനെ എഴുതി വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയാം, ഈ രണ്ടെണ്ണത്തിന്റെ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഡെൽ ഫൈ, ആ ഡെൽ ഫൈ കാണാണ്. അതായത് ഈ ഫംഗ്ഷന്റെ ഡെൽ ഫൈ കാണുന്നു, മറ്റു ഫംഗ്ഷന്റെ ഡെൽ ഫൈ കാണുന്നു. ഞാൻ എളുപ്പത്തിന് സെൻട്രൽ ലൈൻ വരച്ചത് ഡെൽ ഫൈ 1 കാണാണ്. ഡെൽ ഫൈ 1 എന്താ ഫോർമുല? I into dou phi 1 by dou x plus j into dou phi 2 by dou y, sorry, dou phi 1 by dou y plus k into dou phi 1 by dou z. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനിലെ ആ ഫംഗ്ഷനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ആ ഫംഗ്ഷനെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ആ ഫംഗ്ഷനെ തന്നെ ഇസഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എഴുതാം ഈക്വൽ ടു ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്താണ് ഫംഗ്ഷൻ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ മൈനസ് 9 പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ മൈനസ് 9 പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ് ഓഫ് അവിടെ എഴുതാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ മൈനസ് 9. നമ്മൾ ഇതിന് ഓരോന്നിനും ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ആദ്യത്തെ ടൈമിന് എക്സിലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പിന്നെ രണ്ടാമത് അതിനെ തന്നെ വൈയിലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, മൂന്നാമത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ഇസഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ ആണോടാ? ഇതുവരെ പറഞ്ഞു ഓക്കെ അല്ലേ? ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഈക്വൽ ടു ഐ ഇൻറ്റു ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് വൈ 0 ഇസഡ് 0 കോൺസ്റ്റന്റ് 0 പ്ലസ് ജെ ഇൻറ്റു എക്സ് 0 വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y പ്ലസ് ഇസഡ് 0 മറ്റത് 0 പ്ലസ് കെ ഇൻറ്റു ആദ്യത്തെ 0 രണ്ടാമത്തെ 0 പ്ലസ് ഇസഡ് സ്ക്വയറിന്റെ 2z മൈനസ് 0. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടി ഐ ഇൻറ്റു 2x പ്ലസ് ജെ ഇൻറ്റു 2y പ്ലസ് കെ ഇൻറ്റു 2z. ഇതാണ് ആൻസർ. അവർ ക്വസ്റ്റ്യനിൽ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് അറ്റ് 2, -1, 2. അതിന്റെ മീനിങ് എന്താ? ഈ കിട്ടിയ ആൻസറിൽ ശ്രദ്ധിക്കണേ, ഈ കിട്ടിയ ആൻസറിൽ എക്സിന് പകരം 2ഉം വൈക്ക് പകരം -1ഉം ഇസഡിന് പകരം എന്തിട്ട് കൊടുക്കുക? 2 ഇട്ട് കൊടുക്കുക. അപ്പൊ ഡെൽ ഫൈ എടുത്ത് എഴുതാണ്. ഡെൽ ഫൈ ഈക്വൽ ടു ഇതിന് 2 കൊടുക്കുമ്പോൾ എന്താ വരിക? I into 2 into 2 plus j into 2 into -1 plus k into 2 into 2. അങ്ങനെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? 2 into 2 എത്രയാണ്? 4i. 2 into -1 എന്ന് പറഞ്ഞാൽ -2j. 2 into 2 എന്ന് പറഞ്ഞാൽ +4k. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെൽ കാണുന്നു. ഓക്കെ, അതേപോലെ അപ്പുറത്തെ സൈഡിലും ഡെൽ കാണണം. ഇതുവരെ എഴുതാൻ കഴിഞ്ഞിട്ടില്ല, അതിന്റെ മോഡുലസും കാണണേ. ഇതുവരെ ജസ്റ്റ് ഒന്ന് എഴുതണം. അപ്പൊ നമ്മള് ഇതിന്റെ ഡെൽ ഫൈ ഞാൻ മായ്ക്കാണ്, ഇത് മായ്ച്ചു, അവിടെ നിന്ന് എഴുതി വെക്കാണ്. അതായത് നമ്മളിപ്പോ ഇതിന്റെ താഴെ നിങ്ങൾ എഴുതണേ ഡെൽ ഫൈ 1 ഈക്വൽ ടു എഴുതും. എത്ര കിട്ടിയത്? 4i - 2j + 4k എന്ന് എഴുതി. അത് കിട്ടിയ ഉടൻ തന്നെ അതിന്റെ മോഡുലസ് കൂടി കാണാം. മോഡുലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയർ 4² + -2 ദി ഹോൾ സ്ക്വയർ + 4². അതായത് റൂട്ട് 16 + 4 + 16 ഈക്വൽ ടു റൂട്ട് 36 ഈക്വൽ ടു 6. ഓക്കെ, ഇതേപോലെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെൽ ഫൈ 2 കണ്ടുപിടിക്കാണ്. ലൈനിട്ട് എഴുതാണ് ഡെൽ ഫൈ 2. ഈ സെയിം പ്രൊസീജിയർ അപ്ലൈ ചെയ്യാം. എന്താണ്? I into dou phi 2 by dou x plus j into dou phi 2 by dou y plus k into dou phi 2 by dou z. ഓക്കെ ആണോ? മനസ്സിലായത്? ഇപ്പൊ ചെയ്ത സെയിം പ്രൊസീജിയർ അവിടെ അപ്ലൈ ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. പിന്നെ വൈയില് ഈക്വൽ ടു I into dou by dou x of x square plus y square minus z minus 3 plus j into dou by dou y of x square plus y square minus z minus 3 plus k into dou by dou z of
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് മൈനസ് 3. അതിനെ വിത്ത് റെസ്പെക്ട് എക്സിൽ ചെയ്യുന്നു, വൈയിൽ ചെയ്യുന്നു, ഇസഡിൽ ചെയ്യുന്നു. അപ്പോൾ ഈക്വൽ ടു ഐ ഇൻറ്റു നേരത്തെ പോലെ തന്നെ അവിടെ 2x വരും, പ്ലസ് ജെ ഇൻറ്റു വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y വരും, പ്ലസ് കെ ഇൻറ്റു അവിടെ ഇസഡ് സ്ക്വയർ അല്ല, വെറും ഇസഡ് മാത്രമാണ്. അപ്പോൾ എക്സിൻ്റെ 0, വൈയുടെ 0, മറ്റത് -1 എന്നാണ് വരിക. മനസ്സിലായോ? അത് അവിടെ ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? ഇസഡിൻ്റെ ഡെറിവേറ്റീവ് -1 എന്ന് വരും. അപ്പോൾ ആൻസർ എന്ത് വരിക? ഈക്വൽ ടു ഐ ഇൻറ്റു 2x ജെ ഇൻറ്റു 2y പ്ലസ് കെ ഇൻറ്റു -1. അറ്റ് 2 1 2 എന്ന് കൊടുക്കുക. 2 -1 2 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ del phi 2 ഈക്വൽ ടു ഐ ഇൻറ്റു 2 ഇൻറ്റു 2 പ്ലസ് ജെ ഇൻറ്റു 2 ഇൻറ്റു -1 പ്ലസ് കെ ഇൻറ്റു -1. കാരണം അവിടെ ഇസഡിന് വാല്യൂ ഇല്ല, അപ്പോൾ -2 കൊടുക്കേണ്ട ആവശ്യമില്ല, അവിടെ ഉള്ളത് പോലെ എഴുതിയാൽ മതി കേട്ടോ. ഇസഡ് എന്നുള്ള വേരിയബിൾ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഐ ഇൻറ്റു 4 അല്ലേ? അപ്പോൾ 4i 2 ഇൻറ്റു -1 -2j -1k എടുത്ത് എഴുതാം. തന്നെ ചെക്ക് ചെയ്ത് നോക്കട്ടാ. കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇല്ല, അവിടെ ഇസഡ് ഇല്ലല്ലോ കൊടുക്കാൻ ഇസഡ് വേണ്ടേ? അവിടെ കൊടുക്കാൻ ഇസഡ് ഇല്ല. ഇസഡ് ഇല്ലാത്തതുകൊണ്ട് 2 കൊടുക്കരുതേ, ശ്രദ്ധിക്കണേ. അവിടെ ഇസഡ് ഉണ്ടെങ്കിലല്ലേ കൊടുക്കണ്ടുള്ളൂ. ഇസഡ് ഇല്ല, -1 ആണ്, തെറ്റിക്കരുത്. അവിടെ -1 ആണ്, അപ്പൊ അതുകൊണ്ട് ഇസഡ് കൊടുക്കരുതേ. അപ്പൊ എത്രയാണ്? del phi 2ന്റെ വാല്യൂ നമുക്ക് കിട്ടി. del phi 2 ഈക്വൽ ടു 4i - 2j - k. നമ്മൾ എന്ത് ചെയ്തു? മോഡ് del phi 2 കാണുന്നു. എന്താണ് മോഡ് del phi 2? √4 സ്ക്വയർ പ്ലസ് -2ന്റെ സ്ക്വയർ പ്ലസ് -1ന്റെ സ്ക്വയർ. √16 പ്ലസ് 4 പ്ലസ് 1 ഈക്വൽ ടു √21 എന്ന് എഴുതാനേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഏതൊരു ക്വസ്റ്റ്യനും നമ്മൾ അങ്ങനെ ചെയ്ത് വയ്ക്കുക. ഇനി ആംഗിൾ ബിറ്റ്വീൻ 2 സർഫസസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ചെയ്യേണ്ടത്. അതായത് രണ്ട് ഫംഗ്ഷൻ്റെയും ഡെൽ കണ്ടുപിടിക്കുക. del phi 1 അതിൻ്റെ മോഡും del phi 2 അതിൻ്റെ മോഡും. എന്നിട്ട് തീറ്റയുടെ ഫോമുലാണ് തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് del phi 1 ഡോട്ട് del phi 2 by mod del phi 1 into mod del phi 2. അപ്പോൾ എന്താണ് ഫോർമുല? ആംഗിൾ ബിറ്റ്വീൻ 2 സർഫസസിന്റെ ഫോർമുല del phi 1 dot del phi 2 by mod del phi 1 into mod del phi 2. അപ്പോൾ നമുക്ക് എഴുതാം കോസ് ഇൻവേഴ്സ് del phi 1 നമ്മൾ കണ്ടുപിടിച്ച എത്രയാണ്? 4i - 2j plus 4k dot 4i - 2j - k all divided by 6 into √21. ഓക്കെ ആണോ? ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. del phi 1 dot del phi 2 by mod del phi 1 into mod del phi 2. ഇനി ശ്രദ്ധിക്കുക, എന്താണ് ഇവിടെ? ഡോട്ട് പ്രോഡക്റ്റ് ആണ്. എന്താ ഡോട്ട് പ്രോഡക്റ്റ്? ഐയുടെ കോഎഫിഷ്യന്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ജെയുടെ കോഎഫിഷ്യന്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് കെയുടെ കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെ എഴുതാം? കോസ് ഇൻവേഴ്സ് 4 into 4 plus -2 into -2 plus 4 into -1 by 6 √21. അങ്ങനെ എഴുതി വെച്ചാൽ മതി. കോസ് ഇൻവേഴ്സ് കാൽക്കുലേറ്റർ അടിച്ച് നോക്കാം. 16 plus 4 - 4 by 6 √21. -4 വെട്ടി, ബാക്കി 16 ആണ്. 16 8 വെട്ടിയ മുകളിൽ 8, താഴെ 3 കേട്ടോ. ആൻസർ എങ്ങനെയാണ്? കോസ് ഇൻവേഴ്സ് 8/3 √21. ഇത്ര എഴുതിച്ചാൽ മതി. വേണമെങ്കിൽ കാൽക്കുലേറ്റർ, സയന്റിഫിക് കാൽക്കുലേറ്റർ ആണ് നമ്മുടെ കയ്യിലുള്ളത്, വേണമെങ്കിൽ കോസ് ഇൻവേഴ്സ് എഴുതാം. എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത്ര എഴുതിച്ചാൽ ഓക്കേടാ. അപ്പൊ നമ്മൾ എടുക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അടുത്ത ടൈപ്പ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഇതിൽ ചോദിക്കുന്ന? ഒരു ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞ പോലെ ആംഗിൾ ബിറ്റ്വീൻ 2 സർഫസസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ എടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്നാണ്. ഒരു ഫംഗ്ഷൻ തരും, ആ ഫംഗ്ഷന്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാൻ ചോദിക്കും. അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലായ്പ്പോഴും അതൊരു ഫോർമാറ്റ് ഉണ്ട്. ഇങ്ങനെ ചോദിക്കുക,
ഫൈൻഡ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് ഫൈ ഓഫ് എക്സ് വൈ സെഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്ന് പറഞ്ഞ ഒരു വെക്ടർ തരും. അപ്പോൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ചോദിച്ചോ. ഒന്നും കാണാൻ പറ്റുന്നില്ല. ആണോ? ബാക്കിയുള്ളവർക്ക് ഫുൾ വൈറ്റ് കളർ ആയിട്ടിരിക്കുന്നു. ഇപ്പോ ബാക്കിയുള്ളവർക്ക് എങ്ങനെ? എനിക്ക് വലിയ കുഴപ്പമില്ല, ക്ലാരിറ്റി കുറവുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ. അപ്പോ അത് ലൈറ്റ് അടിച്ചിട്ടോ. ഓക്കെ, വെളിച്ചം ലൈറ്റ് ഇടണോ വേറെ? ഇതിന്റെ ആവശ്യമുണ്ടോ? ഓക്കെ. ഇൻ ദ ഡയറക്ഷൻ ഓഫ്, അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി വെക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അല്ല, ഒരു ഡയറക്ഷനിൽ ഒരു വെക്ടർ പറയും. മനസ്സിലായോ? ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വെക്ടർ ആയിട്ട് അവർ പറയും. ആ വെക്ടറിനെ നമ്മൾ എ എന്നാണ് പറയുക. എന്താണ് എ എന്ന് പറഞ്ഞ വെക്ടർ? ഇവിടെ തന്നിരിക്കുന്ന എ എത്രയാണ്? i മൈനസ് ജെ. അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ക്വസ്റ്റ്യൻ എല്ലാം ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു വെക്ടർ അവർ പറയും. ആ വെക്ടറാണ് i മൈനസ് ജെ ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി അത് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ഉടനെ തന്നെ അതിന്റെ മോഡുലസ് ഒന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ താഴെ തുടങ്ങിക്കോളൂ. g1 വെക്ടർ a ഈക്വൽ ടു i മൈനസ് ജെ മോഡ് വെക്ടർ a ഈക്വൽ ടു റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 2. അത് രണ്ട് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ തരാത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, പറഞ്ഞുതരാം. അതായത് ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ എല്ലാ ക്വസ്റ്റ്യനിലും ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് അവരൊരു വെക്ടർ പറഞ്ഞിട്ടുണ്ടാവും. ആ വെക്ടർ എടുത്ത് എഴുതുന്നു നമ്മൾ. എന്താണ് വെക്ടർ a ഈക്വൽ ടു i മൈനസ് ജെ. അതിന്റെ മോഡുലസ് കാണുന്നു. എന്താണ് മോഡുലസ്? റൂട്ട് 2. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നറിയോ? ഡയറക്ഷൻ ഫുൾ വൈറ്റ് ആണ്, അപർണയ്ക്കും വൈറ്റ് ആണല്ലോ. ഒരു മിനിറ്റ്, എന്ത് പറ്റി? ഇപ്പോഴോ? അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു വെക്ടർ തരും. ആ വെക്ടറിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം? വെക്ടർ എ ആയിട്ട് എടുക്കണം. ഓക്കെ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇനി നമ്മൾ ചെയ്യുന്നത് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെൽ ഫൈ കണ്ടുപിടിക്കണം. അപ്പോൾ താഴെ എഫ് ആണ് പറഞ്ഞെങ്കിൽ നമ്മൾ ഫൈ ആയിട്ട് നമ്മളെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഫൈ ഈക്വൽ ടു എടുത്ത് ഏതാണ്? ഫൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഡെൽ ഫൈ ഈക്വൽ ടു ഏതാണ്? ഡെൽ ഫൈ ഈക്വൽ ടു, ആദ്യം പറയട്ടെ എന്താണ് ഇതിന്റെ ഫോർമുല? ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ഫോർമുല ഡെൽ ഫൈ ഡോട്ട് വെക്ടർ എ ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ എന്നാണ്. എന്താണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ഫോർമുല? ഡെൽ ഫൈ ഡോട്ട് വെക്ടർ എ ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡെൽ ഫൈ കണ്ടുപിടിക്കുക. ഈ ഡെൽ ഫൈയിൽ പ്രത്യേകത എക്സും വൈയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇസഡ് ചുമ്മാ എഴുതേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാൻ ജസ്റ്റ് പറയുകയാണ് i ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ ഇസഡ്. ഇതാണ് നമ്മുടെ ഫോർമുല അല്ലേ? ഇവിടെ ഇസഡ് ഇല്ല, അതുകൊണ്ട് ഇസഡ് പറയേണ്ട ആവശ്യമില്ല. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ടേക്കണേ. ഓക്കെ. അപ്പോൾ ഡെൽ ഫൈയുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. i ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ഇ റേസ് ടു വൈ പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് അവിടെ എന്ത് കൊടുക്കുക? എക്സ് ഇ റേസ് ടു വൈ പ്ലസ് 0. അത് നമ്മൾ ചെയ്യുന്നില്ല. ഡിഫറൻഷിയേറ്റ് ചെയ്യണ i ഇൻറ്റു ഈ ഒരു ടേമിനെ വിത്ത് റെസ്പെക്ട് എക്സിലെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എന്താ കിട്ടുക? എക്സിലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് 1 കൂടെയുള്ള ഇ റേസ് ടു വൈ അങ്ങനെ എഴുതി അല്ലേ? പ്ലസ് ജെ ഇൻറ്റു വിത്ത് റെസ്പെക്ട് വൈയിലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴോ എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈയുടെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? ഇ റേസ് ടു വൈ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയത് ഡെൽ ഫൈ. അവരൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് അറ്റ് 1,1. അതിന്റെ മീനിങ് എന്താ? ഈ കിട്ടിയ ആൻസറിലെ എക്സിന് പകരം 1ഉം വൈക്ക് പകരം 1ഉം കൊടുക്കുക എന്നാണ്. അപ്പോൾ ഡെൽ ഫൈയുടെ ഇക്വേഷൻ എന്താ വരിക? ഡെൽ ഫൈ ഈക്വൽ ടു i ഇൻറ്റു ഇ റേസ് ടു 1 പ്ലസ് ജെ ഇൻറ്റു 1 ഇൻറ്റു ഇ റേസ് ടു 1. അപ്പോൾ ഇങ്ങനെയാണ് ലാസ്റ്റ് ആൻസർ വന്നത്. ഇ ഐ പ്ലസ് ഇ ജെ എന്ന് കിട്ടി. എല്ലാവർക്കും ഇതുവരെ കിട്ടിയെന്ന് നോക്കാം. ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ആൻസർ എന്താണ്? ഇ ഐ പ്ലസ് ഇ ജെ. കിട്ടിയത്? ഇനി നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കാര്യം കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ നമ്മുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ഫോമുല എഴുതാണ്. എന്താണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ഫോമുല? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഈക്വൽ ടു del phi ഡോട്ട് വെക്ടർ എ ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്താണ് del phi കിട്ടിയത്? ഇ ഐ പ്ലസ് ഇ ജെ വെക്ടറാണ്. ഇ ഐ പ്ലസ് ഇ ജെ ഡോട്ട് വെക്ടർ എ. വെക്ടർ ആയ പൊസിഷനിൽ തന്നിട്ടുണ്ട് ഐ മൈനസ് ജെ. ക്ലിയർ? എന്താണ് ഫോമുല? del phi ഡോട്ട് വെക്ടർ എ. വെക്ടർ എ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണ്. അപ്പോൾ del phi ഡോട്ട് വെക്ടർ എ ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. മോഡുലസ് ഓഫ് വെക്ടർ എത്രയാണ്? √2. നോക്കുക, ഈ ഇൻറ്റു എങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക? ഐയുടെ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ഇ ഇൻറ്റു 1 പ്ലസ് ഇ ഇൻറ്റു -1 ബൈ √2. 0 മൈനസ് വീണ്ടും പോയാ ആൻസർ 0 കേട്ടോ. ആൻസർ എത്ര വരിക? 0. സോ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ എത്രയാണ്? 0 ആണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടുപിടിക്കുക. ഫൈൻഡ് ദി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ്, നിങ്ങൾ തനിയെ കട്ടോ നോക്കുക. ഫൈൻഡ് ദി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ മൈനസ് വൈ ഇസഡ് ക്യൂബ് പ്ലസ് ഇസഡ്. Find the directional derivative of x square y minus y z cube plus z at the point 1 comma minus 2 comma 0 at the point 1 comma minus 2 comma 0 in the direction of the vector a equal to തന്നിട്ടുണ്ട്. in the direction of the vector 2i plus j minus 2k. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഫൈൻഡ് ദി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി വെക്ടർ 2i plus j minus 2k. അപ്പോൾ വെക്ടർ തന്നിട്ടുണ്ട്. നമ്മൾ ഉടനെ തന്നെ മോഡുലസ് ഓഫ് വെക്ടർ കണ്ടുപിടിക്കുക. √2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് -2ന്റെ സ്ക്വയർ. ഞാൻ ചെയ്യണോ നിങ്ങൾ ചെയ്യോ? 4 + 1 + 4 = √9 = 3. അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് വെക്ടർ കണ്ടു 3. ഇനി del phi 1 കാണാൻ del phi equal to I into dou phi by dou x plus j into dou phi by dou y plus k into dou phi by dou x equal to I into dou by dou x of x square y minus y z cube plus z. Okay, plus വീണ്ടും j into dou by dou y of അത് തന്നെ എഴുതാം x square y minus y z cube plus z plus k into dou by dou z of വീണ്ടും അത് തന്നെ എഴുതാം x square y minus y z cube plus z. ക്ലിയർ ആയോ? നമ്മൾ എന്താ ചെയ്യുന്നത്? I into dou by dou x of phi എന്ന് കൊടുക്കുക, j into dou by dou y of phi എന്ന് കൊടുക്കുക, k into dou by dou z of phi എന്ന് കൊടുക്കുക. ഓക്കെ ആണോ? ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ഈക്വൽ ടു I into എന്താ വിത്ത് റെസ്പെക്ട് എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അതിനെ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x കൂടെ ഇൻറ്റു y എഴുതി. അടുത്തതിൽ x ഇല്ല, അടുത്തതിലും x ഇല്ല. അപ്പോൾ രണ്ടും എന്തായി? 0 ആയി. മനസ്സിലായോ? എക്സ് സ്ക്വയർ വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? 2x ഇൻറ്റു y. ദെൻ ബാക്കി രണ്ടെണ്ണത്തിൽ x ഇല്ലാത്തതുകൊണ്ട് 0 ആയി. പ്ലസ് j ഇൻറ്റു അടുത്തത് എന്താണ്? വൈയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. എക്സ് സ്ക്വയർ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എത്രയാണ്? 1. ഓക്കെ, എക്സ് സ്ക്വയർ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 മൈനസ് 1 ഇൻറ്റു ഇസഡ് ക്യൂബ് പ്ലസ് 0 പ്ലസ് കെ ഇൻറ്റു വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന വിത്ത് റെസ്പെക്ട് ടു ഇസഡിലാണ്. ഇതിൽ ഇസഡ് ഇല്ല, അതിൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് y ഇൻറ്റു ഇസഡ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3z സ്ക്വയർ പ്ലസ് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് 1. ഒന്ന് നീറ്റായിട്ട് എഴുതാം. ഈക്വൽ ടു I ഇൻറ്റു 2xy plus j into x square minus z cube plus k into minus 3y z square plus. ഓക്കെ ആണടാ? സ്പീഡ് കൂടി അറിയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.
അപ്പോൾ ഇപ്പോൾ കിട്ടിയ ആൻസർ നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. എന്താണ് അറ്റ് 1 മൈനസ് 2 0 ഇട്ട് കൊടുക്കുകയാണ്. ഡെൽ ഫൈ ഈക്വൽ ടു ഇക്വേഷനിലെ ഐ ഇൻറ്റു എക്സിന് പകരം 1, വൈക്ക് പകരം -2, ജെക്ക് പകരം 0, 1 സ്ക്വയർ മൈനസ് 0 പ്ലസ് കെ ഇൻറ്റു -3 ഇൻറ്റു -2 ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് 1 കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടിയത് -4i പ്ലസ് ജെ പ്ലസ് കെ. ഓക്കെ ആണോ? ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ഫോർമുല ഡെൽ ഫൈ ഡോട്ട് വെക്റ്റർ എ ബൈ മോഡ് വെക്റ്റർ എ ഈക്വൽ ടു ഡെൽ ഫൈയുടെ വാല്യൂ ഇപ്പോൾ കണ്ടുപിടിച്ചു. -4i പ്ലസ് ജെ പ്ലസ് കെ ഡോട്ട് വെക്റ്റർ ഐ. വെക്റ്റർ എ എന്തായിരുന്നു? വെക്റ്റർ എ 2i പ്ലസ് ജെ മൈനസ് 2k ബൈ മോഡ് വെക്റ്റർ നമ്മൾ കണ്ടുപിടിച്ചു 3. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐയുടെ ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, ജെയുടെ ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, കെയുടെ ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. -4 × 2 പ്ലസ് 1 × 1 പ്ലസ് 1 × -2 ബൈ 3 -8 പ്ലസ് 1 -2 ബൈ 3 -2 -10 പ്ലസ് 1 -10 പ്ലസ് 1 -9 ബൈ 3 -3 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ കാൽക്കുലസിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലം എന്താ പറയുക, ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ഒരു വെറൈറ്റി മോഡൽ കൂടി ഉണ്ട്.